വീണ വിജയനെ അതീവ സുരക്ഷിതമായ പാർട്ടി ഗ്രാമത്തിലെത്തിച്ചു. തലശ്ശേരിക്കടുത്ത് പിണറായിയിലാണ് വീണ വിജയനെ എത്തിച്ചിരിക്കുന്നത്. പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി മകൾക്കൊപ്പം റോഡ് മാർഗം യാത്ര ചെയ്തു. വടകരയിലെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പരിപാടിയും കഴിഞ്ഞ് മകൾ വീണ വിജയനെ പിണറായിയിലേക്ക് മുഖ്യമന്ത്രി തന്നെ തന്റെ സുരക്ഷാ വലയത്തിൽ എത്തിക്കുകയായിരുന്നു. വീണ വിജയൻ പാർട്ടി ഗ്രാമമായ പിണറായിയിൽ എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയും കൂടെയുണ്ട്. വലിയ സുരക്ഷാ സന്നാഹത്തോടെയാണ് വീണ വിജയൻ പിണറായിയിലെ പാർട്ടി ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി പോലും വീണ വിജയനെ കൈവിട്ടതിന് ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ പാർട്ടി ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടത്ത് തന്നെ വീണ വിജയനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കുവാൻ. തിരുവനന്തപുരവും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും ഒക്കെ ഒരു നടപടിക്ക് എളുപ്പമാണ്. അത്തരത്തിലുള്ള നടപടി ഉണ്ടായാൽ അവിടെ ഔദ്യോഗികമായിട്ടുള്ള ചില സംവിധാനങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വരും. അത് മുഖ്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയുടെ കുടുംബമായാലും. എന്നാൽ പാർട്ടി ഗ്രാമത്തിൽ അണികളെ നിരത്തി ഇപ്പോൾ ഒരു ഹുങ്ക് കാണിക്കുവാനാണോ, വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാനാണോ ഇത്തരം നീക്കങ്ങൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒഞ്ചിയത്ത്, അതായത് TP ചന്ദ്രശേഖരൻ വെട്ടേറ്റ് മരിച്ച ഗ്രാമത്തിന് സമീപം നാദാപുരം റോഡിൽ ഒരു വലിയ പരിപാടിക്ക് ശേഷം, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രിയും കുടുംബവും റോഡ് മാർഗം ആണ് പിണറായിയിലെത്തിയത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും മുഖ്യമന്ത്രി എത്തിയത് റോഡ് മാർഗമാണ് കുടുംബസമേതം. അത് ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് സാധാരണ ഇത്തരം പരിപാടികളിൽ മലബാറിലെത്തുമ്പോൾ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത് കണ്ണൂർ വിമാനത്താവളമാണ്. കോഴിക്കോട് മേഖലയാണെങ്കിൽ അത് കോഴിക്കോട് അല്ലെങ്കിൽ ഹെലികോപ്റ്ററാണ് ഉപയോഗിക്കുന്നത്. വളരെ വ്യത്യസ്തമായി ഇത്തവണ കണ്ണൂരിലേക്കുള്ള തൻ്റെ യാത്ര റോഡ് മാർഗം മകളുമായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ മുൻനിർത്തി മാത്രമല്ല, വിമാനത്താവളത്തിൽ എത്തുമ്പോൾ എന്തെങ്കിലും അവിചാരിതമായി വീണ വിജയന് സംഭവിക്കുകയോ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യുവാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് വിമാനത്താവളം വഴിയുള്ള യാത്ര ഒഴിവാക്കിയത് എന്ന് സംശയിക്കുന്നു. വീണ വിജയൻ മുമ്പ് ഗൾഫിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. വിമാനത്താവളങ്ങളിൽ യാത്രാ നിരോധനം വീണ വിജയന് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. വിമാനത്താവളം വഴി വിദേശത്തേക്കോ മറ്റുമുള്ള യാത്ര ഇനി വീണ വിജയനെ സംബന്ധിക്കുന്നിടത്തോളം നടക്കുകയില്ല. ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. യാത്രാ വിലക്ക് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്താവളം വഴിയുള്ള ഒരു യാത്ര വീണ വിജയനെ സംബന്ധിക്കുന്നിടത്തോളം സുരക്ഷിതമല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പതിവിന് വിപരീതമായി ഇത്തവണ മലബാറിലേക്കുള്ള പരിപാടിക്കും കണ്ണൂരിലെ വസതിയിലേക്കും റോഡ് മാർഗം അതീവ ശ്രദ്ധയോടും സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും യാത്ര ചെയ്തത്. സാധാരണ ഒരിക്കലും സമീപകാലത്തൊന്നും ഇത്തരത്തിൽ മുഖ്യമന്ത്രി റോഡ് മാർഗം വന്നിട്ടില്ല. ഒപ്പം വീണ വിജയൻ മകളെയും കൂട്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോഴത്തെ യാത്ര. തൻ്റെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനം, കമാൻഡോ, അതുപോലെ തന്നെ 3-4 ലെയറുള്ള വലിയ സുരക്ഷാ സന്നാഹത്തിൻ്റെ എല്ലാ അകമ്പടികളും തൻ്റെ മകൾക്കായി എല്ലാമായ മകൾക്കായി ഇപ്പോൾ മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തുകയാണ്. എവിടെ കൊണ്ടുപോയാലും മടിയിൽ എന്ന പോലെ മക്കൾ മടിയിലിരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മകളെ തനിച്ച് തിരുവനന്തപുരത്ത് നിർത്തിയിട്ട് പോകുവാൻ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പരിപാടിക്ക് മുഖ്യമന്ത്രി വന്നപ്പോൾ മകളെയും കൂട്ടിക്കൊണ്ട് വന്നത്. ഇതൊക്കെ ഒരു വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെയൊന്നും കേരള രാഷ്ട്രീയം കേട്ടിട്ടില്ല. മകളെ ഇത്രയും വലിയ ഒരു വിവാദത്തിൽ ഉൾപ്പെടുന്നു. ഇത്രയും പ്രായപൂർത്തിയായിട്ടുള്ള വലിയ 10, 30, 40 വയസ്സുള്ള ആള്, അവരെ മുഖ്യമന്ത്രി ഇത്തരം രീതിയിൽ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന പദവിയിൽ ലഭിക്കുന്ന വലിയ സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളിൽ നിന്നും സ്വന്തം മകളുടെ അറസ്റ്റ് തടയുവാൻ വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങൾ, തൻ്റെ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഉള്ളിൽ മകളെയും കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിണറായി എന്ന് പറയുമ്പോൾ പാർട്ടി ഗ്രാമമാണ് ചുറ്റും. അവിടെ കേന്ദ്ര ഏജൻസിക്ക് ഒരു നടപടി അതീവ ദുർഘടമായിരിക്കും. പാർട്ടിയുടെ ഒരു പ്രതിരോധം സൃഷ്ടിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരു പശ്ചിമ ബംഗാൾ മോഡൽ അവിടുത്തെ സർക്കാർ നടത്തുന്നത് പോലെ മമതയുടെ മോഡൽ, നേതാക്കളെ അറസ്റ്റ് ചെയ്യുവാൻ വരുമ്പോൾ, നേതാക്കളുടെ മക്കളെ അറസ്റ്റ് ചെയ്യുവാൻ വരുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് മുതിരുകയില്ല. മാത്രമല്ല കേന്ദ്ര ഏജൻസികളെ സംബന്ധിക്കുന്നിടത്തോളം സ്റ്റേറ്റ് പോലീസിൻ്റെ സുരക്ഷ
സുരക്ഷാ സംവിധാനമാണ് കിട്ടേണ്ടത്. അവർക്ക് പോലീസ് സംവിധാനമില്ല, ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. ഈ അവസരത്തിൽ കേന്ദ്ര പോലീസിൻ്റെ സഹായം തേടും എന്നുള്ള വിവരങ്ങളും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ സഹായം തേടുമെന്നുള്ള വിവരങ്ങളും വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളും പാർട്ടി ഗ്രാമത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിൽ ഒക്കെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന മകളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെയും ഉണ്ടാകും. എന്താണെങ്കിലും പാർട്ടി ഗ്രാമത്തിൽ എത്തിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തോട് അടുപ്പമുള്ള വൃത്തങ്ങളും വീണ വിജയന്റെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.